എല്ലാവർക്കും എൻ്റെ കിച്ചണിലേക്ക് സ്വാഗതം. പിന്നെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മൂങ് ദാൽ ദോശ. മൂങ് ദാൽ എന്ന് പറയുമ്പോൾ ചെറുപയർ പരിപ്പ്. ചെറുപയറിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ രണ്ടായിട്ട് കുഴന്ന പരിപ്പ് കിട്ടുമല്ലോ, അതുപോലത്തെ. അപ്പം ഞാനൊരു ചെറിയ 1 കപ്പ് പരിപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരു 2 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതും കൂടെ ഇതിലോട്ടിട്ട് വേണം. ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഞാൻ മിക്സിയിൽ വെച്ച് നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം. ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ അരി ഉഴുന്നും അരച്ചുണ്ടാക്കുന്ന ദോശ ഇഡ്ഡലിയും പോലെയൊന്നും നമ്മളിത് പുളിക്കാനൊന്നും വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ മല്ലിയില അരിഞ്ഞിടാം, പക്ഷെ ഞാനിപ്പോൾ ഇട്ടിട്ടില്ല. അപ്പം ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ കോരി ഒഴിക്കുകയാണ്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണിത്. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റിയതാണ്. ചെറുപയറായതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലതാണിത്. ഡിഫറൻ്റായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ കഴിക്കും. നമുക്കിനി ഇതിൻ്റെ പുറത്തൂടെ ശകലം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ നമ്മൾ തേങ്ങാ ചമ്മന്തി, മുളക് ചമ്മന്തി എല്ലാം നല്ലതായിരിക്കും. വേണമെങ്കിൽ നമുക്കിത് കൂടെ പച്ചക്കറികളൊക്കെ അരിഞ്ഞിടാം. ടൊമാറ്റോ, ക്യാരറ്റ്, ക്യാപ്സിക്കം അതൊക്കെ ചേർക്കാം. പക്ഷെ ഞാനിപ്പം പ്ലെയിനായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് മറച്ചിട്ട് കൊടുക്കാം. വേണമെങ്കിൽ ശകലം കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി, ശകലം മുളക് പൊടി അതൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ഇഞ്ചി പച്ചമുളകും ചേർത്തിട്ടുള്ളത് കൊണ്ട് അത്യാവശ്യത്തിന് എരിവുണ്ട്. കുറച്ച് ചൂടോടെ കഴിക്കണമെങ്കിൽ ഇതിൻ്റെ നല്ല ടേസ്റ്റ് വരുള്ളൂ. തണുത്ത് കഴിയുമ്പോൾ വല്ലാതിരിക്കും. നമ്മുടെ ദോശ നല്ല മുരിഞ്ഞ് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ചമ്മന്തി അരച്ചിട്ടില്ല. ചമ്മന്തി കൂടെ അരക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല. അപ്പം ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് കൊടുക്കണം. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ നല്ലതാണ്. നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ ദയവ് ചെയ്തൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത ആഴ്ച ഞാൻ നല്ലൊരു ഡിഷായിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ.